നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കേരളം കണ്ട വലിയൊരു മഹാദുരന്തം തന്നെയായിരുന്നു വയനാട് നടന്ന ആ ഒരു പ്രകൃതി ദുരന്തം. ആ ദുരന്തത്തിൽ പോലും കോടികൾ കക്കാനുള്ള മാർഗമാക്കി പിണറായി വിജയൻ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ കോടിക്കണക്കിന് രൂപ കൈയിട്ട് വാരി നക്കിയതിന്റെ യാതൊരു ഉളുപ്പുമില്ലാത്ത കണക്ക് വിവരം കോടതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ ആ ഒരു ഗഡ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ശവത്തിൽ പോലും, അതായത് ശവമടക്കിൽ പോലും, ഈ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവമടക്കിൽ പോലും കോടികളാണ് കള്ളക്കണക്ക് എഴുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ ദുഷ്ടവർഗം എന്നറിയുമ്പോഴാണ് ഇവന്റെയൊക്കെ മനസ്സ് എത്രത്തോളം കരിങ്കല്ല് എന്ന് പറയാനും പറ്റില്ല, അതിനും വലിയ ഉറച്ച വല്ല സാധനം ഉണ്ടെങ്കിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാർ, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. കൃത്യമായിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പുള്ളി. കമ്മ്യൂണിസ്റ്റുകളുടെ ഈ ചെറ്റത്തരവും ഈ ദുഷ്ടത്തരവും കണ്ട് മടുത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകളെ തുറന്നു കാണിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് മക്കളെ, ഇതൊക്കെ കേട്ടാൽ പിണറായി വിജയനൊക്കെ ഇച്ചിരിയെങ്കിലും ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ PV അൻവർ പറഞ്ഞ പോലെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാടാ ഞാൻ എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഒരൊറ്റ സഖാവും ഇനി തൂങ്ങിച്ചാവാതിരിക്കില്ല. ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ കേൾക്കേണ്ടത് തന്നെയാണ് മക്കളെ. ഒന്നൊന്നര വാക്കുകൾ കേട്ട് നോക്കാം. ഒരു പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവസംസ്കാരം നടത്തുമ്പോൾ ആ ശവസംസ്കാരത്തിൽ നിന്ന് പോലും പണമുണ്ടാക്കുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മൾ ചിന്തിക്കുമോ? ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഗുരുതരമായി രോഗി പരിക്കേറ്റ് റോഡിൽ കിടക്കുമ്പോൾ ആ രോഗിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാലയും പേഴ്സും അടിച്ചുകൊണ്ട് പോകും ചില കണ്ണന്മാർ. അതുപോലെ തന്നെ മോർച്ചറിയിലൊക്കെ കയറി മോഷണം നടത്തുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചില കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ എന്താണ് തീ കത്തുമ്പോൾ വാഴ വെട്ടും നമ്മൾ കേട്ടിട്ടില്ലേ? അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ വന്നിട്ടുള്ള കണക്കുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് തലം മരവിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഒരെണ്ണമാണ് അഭിലാഷ് പറഞ്ഞത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക്. ഇത് മലയാളി വാർത്തയിൽ വന്ന അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ആണ് കേട്ടോ. ആ ഓഡിയോ പൂർണ്ണമായിട്ട് നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്, അതുകൊണ്ടാണ് ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത്. കേട്ട് നോക്കാം. നടത്തുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഗുരുതരമായി രോഗി പരിക്കേറ്റ് റോഡിൽ കിടക്കുമ്പോൾ ആ രോഗിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാലയും പേഴ്സും അടിച്ചുകൊണ്ട് പോകും ചില കണ്ണന്മാർ. അതുപോലെ തന്നെ മോർച്ചറിയിലൊക്കെ കയറി മോഷണം നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചില കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ എന്താണ് തീ കത്തുമ്പോൾ വാഴ വെട്ടും നമ്മൾ കേട്ടിട്ടില്ലേ? അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ വന്നിട്ടുള്ള കണക്കുകൾ. അതിൽ ഇപ്പൊ അഭിലാഷ് പറഞ്ഞ കണക്ക് മാത്രമല്ല, മൊത്തം കണക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് ഇതിപ്പോ ഞാൻ നോക്കുമ്പോ ഇത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുത്തു. ആ കേസില് ഉള്ള ഒരു ഇടക്കാല വിധി അത് സെപ്റ്റംബർ 6-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ആ വിധിയിലാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെലവഴിച്ച കണക്കുകളുടെ വിശദാംശങ്ങൾ ആ വിധിയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാറും കൂടെ ചേർന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് എന്നാണ് എന്റെ വാദം. അപ്പൊ ആ വിധിനായപ്പോ അഭിലാഷാണ് എന്നെ ശ്രദ്ധപ്പെടുത്തിയത്. ഞാനത് മൊത്തം ഒന്ന് വായിച്ചു നോക്കിയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് തലം മരവിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഒരെണ്ണമാണ് അഭിലാഷ് പറഞ്ഞത്. അതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം. നമുക്കറിയാം 10-400 ആളുകൾ അവിടെ മരിച്ചു. നൂറുകണക്കിന് ആളുകൾ അവിടെ അവരെ കുറിച്ചിട്ട് ഇപ്പോഴും നമുക്ക് ഒന്നും അറിയില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവരുടെ മരണമൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ വളരെ മനോവേദനയോടു കൂടിയാണ് അവരുടെ മരണവും അവരുടെ ശവസംസ്കാര ചടങ്ങുകളും അതൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ. നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാ മതസ്ഥരും വന്നിരുന്നുകൊണ്ട് വലിയ കുഴിമാടങ്ങൾ ഉണ്ടാക്കി. ആ കുഴിമാടങ്ങളിൽ വിവിധ മതസ്ഥരായിട്ടുള്ള സാധാരണ അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹം അതിന്റെ സംസ്കാരം നടത്തുന്നത് നമ്മൾ കണ്ടു. ആ സംസ്കാരം നടത്തുന്നത് കണ്ടപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ശരിക്കും പൊട്ടിപ്പോകുന്ന ഒരു അനുഭവമായിരുന്നു നമുക്കുണ്ടായി. പക്ഷെ ആ ശവസംസ്കാരത്തിൽ കൂടിയും ചില നിക്ഷിപ്ത താല്പര്യക്കാർ പണമുണ്ടാക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. കാരണം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ.
കാരണം ഒരു വലിയ ദുരന്തത്തിൽ പിന്നെ ഒരു പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവസംസ്കാരം നടത്തുമ്പോൾ ആ ശവസംസ്കാരത്തിൽ നിന്ന് പോലും പണമുണ്ടാക്കുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മൾ ചിന്തിക്കുമോ? നമ്മൾ പിണറായി വിജയനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഏറ്റവും മോശമായിട്ടാണ് പിണറായി വിജയനെ കുറിച്ച് കേൾക്കുന്നത്, അഴിമതിക്കാരൻ, കൊള്ളരുതാത്തവൻ. പക്ഷെ എത്ര കൊള്ളരുതാത്തവനാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോഴും ഒരു വലിയ ഉരുൾപൊട്ടലിൽ മരിച്ച ആളുകളുടെ മൃതദേഹം ശവസംസ്കാരം നടത്തുമ്പോൾ അതിൽ നിന്ന് പിണറായി വിജയന്റെ ആളുകൾ പണമടിക്കും എന്ന് സ്വബോധമുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, 75,000 രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നത്. 75,000 രൂപ. എന്തിനാണ് അവിടെ എന്താണ് നടന്നത് നമ്മൾ കണ്ടതല്ലേ? ഈ ഒരു മൃതദേഹം എന്ന് പറയുന്നത് ചിലത് ഒരു കയ്യോ ഒരു സാധനമാണ് കിട്ടിയത്. അതൊരു വശം. ഇനി കൈയായാലും കാലായാലും മൊത്തം മൃതദേഹമായാലും എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ആകെ സംഭവിച്ചത് അവിടെ ഒരു കുഴിയെടുക്കലാണ് ഉണ്ടായത്. 1-2 ആളുകളിൽ നിന്ന് അവിടെ ഒരു കുഴിയെടുക്കുന്നു, ആ കുഴിയിൽ ഈ മൃതദേഹം മൊത്തമായി വെക്കുന്നു, അല്ലെ എന്റെ കയ്യോ അതിന്റെ കാലോ എന്തെങ്കിലും ഒന്ന് വെക്കുന്നു. അതിന് 75,000 രൂപ കൊണ്ടുപോകുന്നവനെ ഞാനിപ്പോ അൻവറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് സംസ്കാര സമ്പന്നമായിട്ടേ പറയാൻ പറ്റൂ. അൻവറിനെ പോലെ ആയിരുന്നുവെങ്കിൽ അൻവർ പറഞ്ഞതിന്റെ ഒരു 10 ഇരട്ടി പച്ചത്തെറിയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞത്. അത്രയ്ക്ക് ഹീനവും ക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി അതിന്റെ മൊത്തം കണക്കുകൾ ഞാൻ നോക്കി. അതിന്റെ മൊത്തം കണക്ക് നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാൾ ഞെട്ടിക്കുകയാണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, അതായത് വോളണ്ടിയർമാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് 4 കോടി രൂപ പിണറായിയുടെ ആളുകൾ എഴുതി മേടിച്ചിരിക്കുന്നു. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ്, അതായത് വോളണ്ടിയേഴ്സിന് സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള വെള്ളവും, അതിന് പിണറായിയുടെ ഈ കൂലി അടിമകൾ അതിന് വാങ്ങിയിട്ടുള്ള എത്രയാണെന്നറിയോ അഭിലാഷ്? 10 കോടി രൂപ. 10 കോടി രൂപ. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെ ഇവിടുത്തെ റിപ്പോർട്ടർ ഞാനും ക്യാമറമാൻ എല്ലാം പോയി ഒരു 5 ദിവസം ഷൂട്ട് ചെയ്താണ് റിപ്പോർട്ട് ചെയ്യാൻ പോയി. ഇവിടെ ആഹാരം ഇഷ്ടം പോലെ, അതായത് കൊടുക്കുകയാണ് ഓരോ സന്നദ്ധ സംഘടനകൾ. പിന്നെ ഈ 10 കോടി ആഹാരം എവിടെയാണ് പോയത്? അല്ല, അതാ ഞാൻ പറഞ്ഞത് അത് എവിടെയാണ് പോയെന്ന് പിണറായി വിജയന്റെ കൂലി അടിമകളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അത് തന്നെയല്ലേ ഇവിടെ കാണിക്കുന്നത്. ഇനി അക്കോമഡേഷൻ ഫോർ വോളണ്ടിയർ ട്രൂപ്സ്, അവരുടെ താമസത്തിനായി 15 കോടി രൂപ. അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾക്ക് 12 കോടി രൂപ. 12 കോടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കോടികൾ മാത്രമേ ഉള്ളൂ, ലക്ഷ്യമൊന്നും ഇല്ല. നമ്മൾ ആളുകളുടെ മരണത്തിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ പിണറായിയുടെ ആളുകൾ അവിടെ ഓടി നടന്നിട്ട് ഈ പറഞ്ഞതുപോലെ ദുരന്തം നടക്കുന്നിടത്ത് നിന്ന് കൊള്ളയടിക്കുന്ന കള്ളന്മാരുണ്ടല്ലോ, ആ കള്ളന്മാരെ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള പണി ചെയ്യുകയാണ്. ഇനി അവിടത്തെ ആവശ്യത്തിലേക്ക് ടോർച്ച്, റെയിൻകോട്ട്, അംബ്രല, ഗംബൂട്ട് അതെല്ലാം മേടിച്ചതിന് 2,98,00,000 രൂപ. അവിടുത്തെ വോളണ്ടിയർമാരുടെ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് 2 കോടി രൂപ. അവിടെ ചെന്നവരുടെ അതായത് നമുക്കറിയാം കേരളത്തിൽ 4 പാടും ആളുകൾ പരക്കം പായുകയായിരുന്നു അങ്ങോട്ട്. അവരവിടെ പോയി അവരുടെ സ്വന്തം ചെലവിൽ പ്രവർത്തിക്കുകയായിരുന്നു. അവരുടെ ഫുഡ്, അവരുടെ വെള്ളം, അവരുടെ അക്കോമഡേഷൻ, അവരുടെ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞ വരെ പോലും 2 കോടി രൂപ എഴുതി മേടിക്കുന്ന ഇവനെയൊക്കെ എന്താണ് നമ്മൾ പറയുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഈ ദുരിതം ഉണ്ടാകുന്ന മുതൽ വസ്ത്രങ്ങൾ ലോറി കണക്കിന് അവിടെ ചെല്ലുമായിരുന്നു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് 11 കോടി രൂപ. ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ഒക്കെ നമുക്കറിയാലോ, അതിനെ കുറിച്ച് പ്രത്യേകിച്ചും പറയണം. ഇനി അടുത്തത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതായത് ഡ്രോൺ സൗകര്യത്തിന് 3 കോടി രൂപ. JCBക്കാര് അടിച്ചോണ്ട് പോയ എത്രയെന്നറിയോ? 15 കോടി രൂപ. മനസ്സിലായില്ലേ? ഈ പുരകത്തുമ്പോ വാഴ വെട്ടുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോടികളുടെ കണക്ക് മാത്രമേ അറിയാമോ? കാരണം 1,00,000 ഉണ്ട്, 10,000 ഉണ്ട്, 100 ഉണ്ട്, ഇതൊന്നും അറിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഓരോ കണക്കും കേട്ടോളൂ. അതുപോലെ തന്നെ അവരുടെ DNA സാമ്പിളിങ്, അതായത് മൃതദേഹം അവരുടെ ആണോ എന്നുള്ള DNA സാമ്പിളിങ്ങിന് 3 കോടി രൂപ. ഇത് നമ്മൾ ആലോചിച്ചു നോക്കി. ഇത് നമുക്കൊക്കെ പിണറായി വിജയൻ ലോക കള്ളനാണെന്ന് നമുക്കറിയാം, വലിയ അഴിമതിക്കാരനാണെന്ന് നമുക്കറിയാം, കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കലാണ് അയാളുടെ ജോലിയും നമുക്കറിയാം. എന്നാൽ പോലും ഇതുപോലെ 100-400 ആളുകൾ മരിച്ചപ്പോ അവർക്ക് വേണ്ടി വന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ മറുവശത്ത് അയാളുടെ സിൽബന്ധികളെ കൊണ്ട് ഈ വിനാശകരമായിട്ടുള്ള ഈ സംഭവത്തിന്റെ മറവിൽ കോടികൾ അടിച്ചുകൊണ്ട് പോകാൻ ഇനി തീർന്നിട്ടില്ല. നിങ്ങൾ കേട്ടോണം. അതായത് 31 റിലീഫ് ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. ആ റിലീഫ് ക്യാമ്പുകളിൽ 5,973 പേരാണ് ആ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർക്ക് ഭക്ഷണത്തിന് ചെലവഴിച്ചിരിക്കുന്നത് 8 കോടി രൂപ.
8 കോടി. കൊടുത്തത്. സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഭക്ഷണം കൊണ്ട് അവിടെ ഇട്ട് മൂടുകയായിരുന്നു. എന്നിട്ട് 8 കോടി രൂപ. അതുപോലെ തന്നെ ക്ലോത്തിങ്, അവരുടെ വസ്ത്രത്തിന് 11 കോടി രൂപ. ക്യാമ്പിൽ കഴിയുന്ന 5973 പേരുടെ മെഡിക്കൽ കെയറിനായിട്ട് 8 കോടി രൂപ. ഏത് 5000 പേരുടെ മെഡിക്കൽ കെയറിന് 8 കോടി. ഇനി കേട്ടോണം, അവിടുത്തെ ജനറേറ്ററിനായിട്ട് 7 കോടി. ആലോചിച്ച് നോക്കുങ്ങൾ. ഇവനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചാണകമുക്കി ചൂലുകൊണ്ടടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ കാര്യമായി പോകുന്നു എനിക്ക് തോന്നുന്നു. ഇവനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ അൻവർ എന്ന് പറഞ്ഞവൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയൊക്കെ ഇവനെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എയർ ഡ്രോപ്പിംഗ് നിങ്ങൾ നോക്കൂ. എയർ ഡ്രോപ്പിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റ് കൊണ്ടുവന്നു 13 കോടി രൂപ. 17 കോടി രൂപ. അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ, അവർക്ക് കുടിവെള്ളം കൊടുത്തതിന് 3 കോടി രൂപ. ഇനിയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അവിടെ ഏതാണ്ട് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി മാറ്റണം. ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ആ ചെളി മാറ്റാനായിട്ട് പ്രതിദിനം 60 ലക്ഷം രൂപ വെച്ച് 36 കോടി രൂപയാണ് 36 കോടി രൂപയാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പിന്നെ ചെളി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ. അതുപോലെ തന്നെ ഈ വെള്ളം ചോർത്തിക്കളയണമല്ലോ. അവിടെ ഈ ഫ്ലഡ് വാട്ടർ ഒരുപാടുണ്ട്. അത് ചോർത്തിക്കളയുന്നതിന് 3 കോടി രൂപ. അപ്പൊ എങ്ങനെയുള്ളവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അവരുടെ അഴിമതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരുടെ സഹകരണ ബാങ്കിലെ കൊള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന സമയത്ത് പോലും ഇതുപോലെ പണം ഉണ്ടാക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇവരെ കുറിച്ച് ഇനി പറയാൻ കഴിയുക? ഒരു ശരത്തിന് പോലും വെറുതെ വിടാത്ത സർക്കാരാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മോർച്ചറി കയറിയിട്ട് ശവശരീരങ്ങളുടെ കഴുത്തുനിന്ന് സ്വർണ്ണമാലയും പേഴ്സും അടിച്ചുകൊണ്ട് പോകുന്നവന്മാര്, ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം അവന്റെ തോളയിൽ നിന്ന് അവന്റെ കഴുത്തിൽ നിന്ന് മാലയും അവന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സും അടിച്ചുകൊണ്ട് പോകുന്നവന്മാരുടെ നേതാവാണോ പിണറായി വിജയൻ എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. 400 പേരും മരിച്ചപ്പോ അവരുടെ ശവശരീരം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, എത്ര ക്രൂരനാണ് ഇയാൾ. ഇയാളെ എന്താണ് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് മാത്രമേ എനിക്ക്. കോവിഡ് സമയത്ത് ഇതേപോലെ കോടികൾ അടിച്ചു മാറ്റിയ ഈ ദുരന്തത്തിലും ഇതേപോലെ അടിച്ചു മാറ്റില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാണ് ശ്രീ കെ എം ഷാജാൻ. അല്ലാതെ ഒരു വശത്ത് ഇതുപോലെ അയാൾ അടിച്ചു മാറ്റും, മനസ്സിലായില്ലേ? ഇതുപോലെ അയാൾ അടിച്ചു മാറ്റും. മറുവശത്ത് ഈ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഏതാണ്ട് 350-360 കോടി രൂപ ഒന്ന് കിടപ്പുണ്ട്. ഓരോ ദിവസം 15 കോടി 20 കോടി വെച്ചിട്ട് പിന്നെ വയനാട് ദുരിതാശ്വാസത്തിനും പിന്നെ ദുരന്ത നിവാരണ CMDRF-ലേക്ക് ഇപ്പൊ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്നും പണം അടിക്കും ഇയാള്. ഓരോ ദിവസവും 15 കോടി 20 കോടി രൂപ വെച്ചിട്ട്. ഈ പണം തരുന്നത് ആരാണെന്നൊന്നും ഇതുവരെ പുറത്തറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടുന്ന് ഇയാൾ പണം. അപ്പൊ എമ്മാതിരി എത്ര ഭീകരമായിട്ടുള്ള ഒരു കൊള്ളത്തലവനാണ് ഈ പിണറായി വിജയൻ എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവസാന ഉദാഹരണം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ കൊള്ളയെ എന്ത് പേര് വിളിച്ചിട്ടാണ്. ഇനി ഞാൻ ഓർക്കുകയാണ്, അതായത് ഈ ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു കനേഡിയൻ പിന്നെ പൊതുപ്രവർത്തകയായിട്ടുള്ള നയോമി ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ എഴുതിയതാണ്. അപ്പൊ ആ പുസ്തകത്തിന്റെ ഒരു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം. അതിനകത്ത് പറയുന്നത് ഈ യുദ്ധം പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് അതിന്റെ മറവിൽ ആയുധ കച്ചവടം, സാമ്പത്തിക നയങ്ങളൊക്കെ നടത്തി പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇറാഖ് യുദ്ധം അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. കാരണം അതിന്റെ മറവില് ആയിരക്കണക്കിന് കോടി രൂപയുടെ ആയുധ കച്ചവടവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ അതിന് സമാനമായി പിന്നെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിന്റെ മറവിൽ കൊള്ളയടിക്കുന്ന ഒരു രീതിയാണ് ഇയാൾ ഇപ്പൊ കാണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ആലോചിച്ചത്. ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി മാറ്റാൻ 36 കോടി രൂപ, 389 മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടിയിട്ട് 3 കോടി രൂപ, ഒരു മൃതശരീരം അടക്കാൻ 75,000 രൂപ. എന്താ ഞാൻ ചോദിക്കുന്നത്? ഒരു മൃതശരീരം അടക്കാൻ ഒരു 10,000-ന് മുകളിൽ എങ്ങനെയാണ് നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിൽ താഴെ പറഞ്ഞത്? നാട്ടിൻ പുറത്ത് സഞ്ചയനം കഴിഞ്ഞാൽ പോലും ഇത്ര ആവില്ല, ഒരു 50,000 ആവുള്ളൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ 350 മൃതശരീരങ്ങളാണല്ലോ അടക്കിയത്, 350 കുഴിയാണ് ഉണ്ടാക്കുന്നത്.
സ്വാഭാവികമായും 350 കുഴി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും ചെലവ് കുറയുകയല്ലേ ഉള്ളൂ അതിലല്ലേ. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കുഴികളല്ലേ ഉണ്ടാക്കുന്നത്. ആ കുഴി ഉണ്ടാക്കുന്നതിന് എന്ത് ചെലവ് വരും? ഞാൻ ചോദിക്കുന്നത് 5000 രൂപ കൂടുതൽ ചെലവ് വരുമോ? അപ്പം ഒരു മൃതദേഹത്തിന്റെ പേരിൽ 70,000 രൂപ അടിച്ചു മാറ്റുന്നവന്മാരാണ് ഈ പിണറായി ഇവരുടെ ഇതിലുള്ള ആളുകൾ. നമ്മൾ എന്ത് പറഞ്ഞാണ് നമ്മൾ ഇതിനൊക്കെ ന്യായീകരിക്കുക എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അത്രയ്ക്ക് ഭീകരവും ഈ പറഞ്ഞ പോലെ നീചവും ഈ പറഞ്ഞ പോലെ എന്തൊക്കെ വാക്കുകളാണ് അത് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയാം. നോക്കൂ, ഇതിൽ പരം എന്ത് തെളിവാണ് ഇനി വേണ്ടത്? കമ്മ്യൂണിസ്റ്റുകൾ ഇതാണ്, കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ പറയാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും അത് ഒരു വേദനയായിട്ട് എടുക്കേണ്ട. കാരണം നിങ്ങളെ ഇനി ഇതിലധികം വിളിക്കാൻ ഒരു പേരില്ല എന്നുള്ളതാണ്. ദുരന്തത്തിൽ മരിച്ച ശവത്തിൽ പോലും 75,000 രൂപ കട്ട് കൈയിട്ട് വാരി നക്കി നിന്റെയൊക്കെ കുടുംബത്തെ നക്കി തീറ്റാൻ വേണ്ടി നടന്ന നിന്നെയൊക്കെ ഇതിലധികം ഒന്നും പറയാനില്ല. കാരണം അഡ്വക്കേറ്റ് KM ഷാജഹാൻ അദ്ദേഹത്തിന്റെ മാക്സിമം ലെവലിൽ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റുകളെയും ഇങ്ങനെ കൈയിട്ട് വാരി നക്കിയ സകല നാറികളെയും വെളുപ്പിക്കാൻ വേണ്ടി AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂൾ ഇറങ്ങും. ആ ക്യാപ്സ്യൂൾ ഇറങ്ങിയാൽ അത് വിഴുങ്ങിക്കൊണ്ട് അടിമകളായിട്ടുള്ള ഇവിടുത്തെ മണ്ടൻ മലയാളി നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ മുതൽ എന്താണ് ന്യായീകരണം പറയുക എന്നുള്ളതോടി കാണുക. അല്ല, എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന അടിമ കൂട്ടങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതല്ല ഇതിനപ്പുറം വരാനിരിക്കുന്ന, നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലെ ഒരു ഡയലോഗും, ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണടാ എന്ന് പറയുന്ന ഇന്നസെന്റിന്റെ ഒരു ഡയലോഗ്. അതേപോലെയുള്ള ഭരണാധികാരി ഇവിടെ ഉണ്ടാകുമ്പോൾ, ഇതുപോലത്തെ അടിമക്കൂട്ടങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതിലധികം കേട്ടാലും അത്ഭുതപ്പെടാനില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.